CPM-നെതിരെ വിമർശനം ഉന്നയിച്ച നടൻ പ്രേംകുമാർ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കോട്ടയത്ത് ഇന്ന് വൈകിട്ട് നടക്കുന്ന KPCC സംസ്കാര സാഹിതിയുടെ സമാപന സമ്മേളനത്തിലാണ് പ്രേംകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ പോകുന്നത്. ഷിനോജ് എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും കൗതുകം ഇതിന്റെ ഈ പരിപാടിയുടെ 2 ദിവസം മുൻപുള്ള ബ്രോഷർ നോക്കിയാൽ അതിൽ പ്രേംകുമാറിന്റെ പേരില്ല. പക്ഷേ ഇന്ന് മുഖ്യ അതിഥിയായി പ്രേംകുമാർ മാറുകയാണ്. രാഷ്ട്രീയമാണ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി മറിയുകയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തിറക്കിയ ബ്രോഷറിലൊന്നും തന്നെ പ്രേംകുമാറിന്റെ പേരില്ല. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പ്രേംകുമാർ മുഖ്യ അതിഥിയെ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വരുന്നത്. അതിന് പിന്നാലെ തന്നെ കോട്ടയം നഗരത്തിന്റെ പലയിടങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ഈ KPCC സംസ്കാര സാഹിത്യയുടെ ഫ്ലക്സുകളൊക്കെ തന്നെ എടുത്തു മാറ്റി പുതിയ ഫ്ലക്സുകളൊക്കെ തന്നെ വെച്ചു. ആ ഫ്ലക്സുകളൊക്കെ തന്നെ പ്രേംകുമാറിന്റെ പേരുണ്ട്. എന്തായാലും ഈ പരിപാടി നടക്കുന്ന വേദിക്ക് തൊട്ട് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. KPCC സംസ്കാര സാഹിത്യയുടെ ഉത്സവം എന്ന് പറയുന്ന സാഹിത്യോത്സവമാണ് കഴിഞ്ഞ 12-ാം തീയതി മുതൽ ഇവിടെ നടന്നു വരികയാണ്. ഇന്ന് സമാപന ദിനമാണ്. ഈ സമാപന ദിവസത്തിലാണ് ഇതിന്റെ മുഖ്യ അതിഥിയായാണ് ഇപ്പോൾ പ്രേംകുമാറിനെ നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് 5:30 നടക്കുന്ന പരിപാടിയിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് ഇത്തരത്തിൽ പ്രേംകുമാർ വേദിയിലേക്ക് എത്തുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അതായത് CPM പലതരത്തിൽ പ്രേംകുമാറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തിറക്കിയാണ് ഇത്തരത്തിൽ അനുനയ നീക്കത്തിന് CPM രംഗത്തിറങ്ങിയത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് തന്നെ കൈ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല പ്രേംകുമാർ. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരുന്നു. പക്ഷേ ഒരു കോൺഗ്രസ് വേദിയിലേക്ക് ഇന്ന് പ്രേംകുമാർ എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 5:30 നടക്കുന്ന പരിപാടിയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉള്ള പരിപാടിയിലേക്കാണ് പ്രേംകുമാർ എത്തുന്നത്. എന്തായാലും കഴക്കൂട്ടത്ത് ഇനി ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രേംകുമാറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം നാടാർ സമുദായത്തിൽ നിന്നുള്ള ആളാണ് പ്രേംകുമാർ. അതിനാൽ തന്നെ തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള സീറ്റുകളുണ്ട്. കാരണം നെയ്യാറ്റിൻകരയുണ്ട്, പാറശാലയുണ്ട്, അരുവിക്കരയുണ്ട്. അങ്ങനെ ഏത് സീറ്റിലേക്കാണ് ഇനി പ്രേംകുമാറിനെ കൊണ്ട് നിർത്തുന്നത്, സ്ഥാനാർത്ഥിയാക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ സീറ്റുകളൊക്കെ തന്നെ ആഗ്രഹിച്ചിരിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ തന്നെയുണ്ട്. പരസ്യമായി തന്നെ ഈ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന നേതാക്കളുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ പ്രേംകുമാറിനെ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദത്തിലേക്കോ തർക്കങ്ങളിലേക്കൊക്കെ തന്നെ പോകുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും കോൺഗ്രസ് പ്രേംകുമാറിനൊപ്പം ചേർക്കുകയാണ്. അതേ വേദിയിൽ കോൺഗ്രസിന്റെ വേദിയിലേക്ക് ഇന്ന് വൈകിട്ട് 5:30 നടക്കുന്ന പരിപാടിയിൽ പ്രേംകുമാറും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ ഒന്നിച്ചെത്തും. ആ പരിപാടിയിൽ വെച്ച് ഷോൾ അണിയിച്ച് പ്രേംകുമാറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനം.